ഇന്നലെ നൈഫ് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. റെഡിയായി നിന്നപ്പോൾ ഉണ്ട് മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകൽ ക്യാൻസലാക്കി കേട്ടോ. അപ്പോൾ ഇന്നാണ് അവൾ പോണത് കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണൊന്ന് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് നൈഫ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ എണിച്ചില്ലെങ്കിൽ നമ്മൾ ബസ്സൊക്കെ പോവും. അതുകൊണ്ട് നേരത്തെ എണിച്ചില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ എണിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും സാമ്പാറുമാണ് കേട്ടോ. പിന്നെ അവർക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അതിൽ കുറച്ച് ചോക്ലേറ്റ് പാൻ കേക്കാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇന്ന് അടുത്ത ക്വാർട്ടറത്തെ ചേച്ചി ലീവ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് ഉണ്ടാക്കി 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോവുകയും വേണം. നൈഹുക്കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടാക്കണം കേട്ടോ. നൈഹൂനാണെങ്കിൽ എണിക്കാൻ ഭയങ്കര മടിയായിരുന്നു. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടും കിടന്നുറങ്ങുമായിരുന്നു അവൾ. അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ടു കേട്ടോ. അവൾക്ക് 8:15 ക്ലാസ് തുടങ്ങും. 12:15 വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വിളിക്കാനും പോകണം കേട്ടോ. അങ്ങനെ രാവിലത്തെ ചടപടാന്നുള്ള പണികളൊക്കെ എങ്ങനെയൊക്കെയോ തീർത്തു കേട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ കുട്ടീനെയും കൊണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടോ. അവിടെ എത്തിയിട്ട് അവൾക്ക് ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അമ്മ പുറത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ 12:15 നൈഹുവിനെ വിളിക്കാൻ പോയിട്ട് ആൾ കരഞ്ഞ പോലെ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറയണത് കരഞ്ഞു എന്ന്. എന്താ ചോദിച്ചപ്പോൾ അമ്മേനെ കാണാനായിട്ട് കരഞ്ഞു പറഞ്ഞു കേട്ടോ ആൾ. അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് വീടെത്തി. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.